ഓണനാളിൽ കിടപ്പാടമില്ലാതെ തെരുവിൽ അലയേണ്ട ഗതികേടിലാണ് എറണാകുളം അയ്യങ്കുഴിയിലെ ജനങ്ങൾ. BPCL റിഫൈനറിയിലെ പൊട്ടിത്തെറിയെ തുടർന്ന് ലോഡ്ജിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ജനങ്ങളോട് മുറികൾ ഒഴിയണമെന്ന് ലോഡ്ജ് ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും മുൻകൈ എടുക്കുന്നില്ല എന്ന് ജനങ്ങൾ ആരോപിക്കും. നല്ലൊരു ദിവസം ഓണം തന്നെ, ഞങ്ങളും മക്കളും കൊച്ചുമക്കളും ആയിട്ടൊക്കെ ജീവിക്കണ്ടല്ലോ. ആ ദിവസം ഒരു ദിവസം നമ്മളൊരു വർഷത്തിൽ ഓണവും വിഷു ഇങ്ങനെയല്ലേ ജീവിക്കണത് എല്ലാവരും കൂടി. അതുപോലും പറ്റുന്നില്ല ഞങ്ങൾക്കിപ്പോൾ. 2 മാസമുള്ള ഒരു ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞു കൊച്ചുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഇപ്പോൾ ജീവിക്കണേ. പുത്തനുടുപ്പും പൂക്കളവുമായി നാടെങ്ങും ഓണാഘോഷത്തിൽ മതിമറക്കുമ്പോൾ അയ്യങ്കുഴിയിലെ ജനങ്ങളുടെ ജീവിതത്തിന് അത്ര നിറം പോരാ. സ്വന്തമായിരുന്ന വീടും പരിസരവും രാസമാലിന്യം നിറഞ്ഞ വിഷവായുവിനാൽ മലിനമാണ്. ഓണം ആഘോഷിക്കാൻ അയ്യങ്കുഴിയിലെ വീടുകളിലേക്ക് മടങ്ങിയാൽ എത്ര നേരം അവിടെ അതിജീവിക്കാനാകും? 5 തവണ മലിനീകരണ നിയന്ത്രണ ബോർഡ് വാസ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതാണ് അയ്യങ്കുഴിയിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലം. ഒടുക്കം ജൂലൈ 8-ാം തീയതി രാത്രി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നവർ. പൊട്ടിത്തെറിയെ തുടർന്ന് താൽക്കാലികമായി ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ ഇവർക്ക് BPCL തന്നെ താമസമൊരുക്കിയിരുന്നു. 1.5 മാസം പിന്നിട്ടപ്പോൾ നൽകി വന്ന ഭക്ഷണവും ലോഡ്ജ് വാടകയും BPCL നിർത്തി. ഇപ്പോൾ മുറികൾ ഒഴിയണമെന്നാണ് ലോഡ്ജ് ഉടമ ആവശ്യപ്പെടുന്നത്. കലത്തിനകത്ത് കഞ്ഞി പോലും വെക്കാൻ ഈ ഹോട്ടൽ ഉടമ സമ്മതിക്കുന്നില്ല. ഞങ്ങളെ ഭയങ്കരമായിട്ടും ഞങ്ങളെ ഫയർ ചെയ്തു. ഈ സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞ് കളയും, ഇനി മേലിലൂടെ ഇതൊന്നും വെക്കാൻ പറ്റില്ല. അയാളുടെ ഭാഗത്തെ ന്യായമായിരിക്കാൻ പറയണത്. പക്ഷെ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത് ജില്ലാ ഭരണകൂടമാണ്. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ല. പുനരധിവാസം ഉറപ്പുവരുത്തേണ്ട ജില്ലാ ഭരണകൂടവും സർക്കാരും കൈയൊഴിഞ്ഞ മട്ടും. വാസയോഗ്യമല്ലാത്ത സ്ഥലം BPCL ഏറ്റെടുത്ത് പകരം സംവിധാനമൊരുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ BPCL അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ഓണനാളിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രോഗികളും കുട്ടികളും ഗർഭിണികളും അടങ്ങുന്ന 40ഓളം കുടുംബങ്ങൾ. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.